നിങ്ങളുടെ പെങ്ങളാ വിളിക്കണത്. മോനെ എത്ര റാങ്ക് കിട്ടിയെന്ന് അറിയാൻ വിളിക്കായിരിക്കും. ആ ഇതിപ്പോ തോറ്റുപോയി എന്നുള്ളത് നമ്മുടെ വായോണ്ട് കേൾക്കണല്ലോ. അത് കേൾക്കുമ്പോ അവർക്കൊരു സന്തോഷം. അതിനു വേണ്ടി വിളിക്കണേ. ആ എൻട്രൻസ് കൊണ്ടുപോയി ചേർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഏത് വലിയ കോളേജിൽ കൊണ്ടുപോയി ചേർത്തണമെന്ന കാര്യം? പഠിക്കണത് അവനാൻ തന്നെ പഠിക്കണം. അവൻ എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നില്ലേ? ഇത് എന്ത് പറ്റിയിടാ നിനക്ക്? ഇപ്പൊ നീയല്ലേ മോനെ പറഞ്ഞത് 300ന്റെ ഉള്ളിൽ റാങ്ക് ഉണ്ടാവുന്നു അല്ലേ? ഇപ്പൊ 10,000ന്റെ അടുത്തല്ലേ നിനക്കുള്ളൂ. ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിനക്ക് അഡ്മിഷൻ കിട്ടുവോ? നീ വെറുതെ അങ്ങനെ ഞങ്ങളെ നോക്കിയിരുന്നിരുന്ന കാര്യം എന്തെങ്കിലും ഒരു സമാധാനം പറ. മോൻ ഇനി എന്താ കണ്ടേക്കണേ? അതെങ്കിലും ഒന്ന് പറയൂ നീ. നിന്നോടല്ലോ ചോദിക്കണ. എവിടെപ്പത് പോയിണ്ടാവത്? അല്ലാ, എത്ര കായ് ചെലവാക്കിയ മുതലാണ് റബ്ബേ ഇത്. എവിടെ റബ്ബേ ഒന്ന് അതിന്റെ ഇടയിലൊക്കെ പോയിട്ട് കാണും. സമാധാനം. എന്തൊരു ഇടങ്ങറാണ്. എന്താണ് വാത്സോസിന്റെ രക്ഷാണ്. നിങ്ങൾ തരണം, വോട്ട് നമുക്ക് കിട്ടണം. എന്താ ഉണ്ണൊരു കുടുംബത്തിൽ കയറി വരുമ്പോ ഒന്ന് സലാം എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിട്ട് വരണ്ടേ? അയ്യോ, ഞാൻ എന്തൊക്കെ പറഞ്ഞാണ്? ഞാനേ എന്റെ ചെവിയിലത്തെ ഹലാക്ക് പോയി. അത് കാണാൻ നേരം വെളുക്കുമ്പോ തുടങ്ങി തരയണാണ് ഞാൻ. അതെ, ഈ വീട് വിട്ടിട്ട് എടങ്ങും പോയിനാ? വീടെന്തിനാ ഞാൻ വിൽക്കണേ? എന്റെ ചെവിയിലത്തെ ഇത് പോയ വീട് അവിടെ കടന്നോട്ടെ. ഇപ്പൊ കച്ചവടത്തിനാ? അല്ല, എന്താ ഇജ്ജ് പറഞ്ഞേ? ഞാൻ സ്ഥാനാർത്ഥിയാ. നമ്മളെ പാൽ സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാന്ന്. സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാന്നല്ല പറഞ്ഞ ഞാൻ എന്റെ ചെവിയിൽ അത് പോയി. ആ കുട്ടറ കൂടെ ഓടിയതാ പെടങ്ങറായത്. അതാ പറയണേ. എനിക്കെന്താ പെട സാധനത്തിന് കുറവ്? അതെ, ഞാനേ പറയുന്ന ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ശ്രദ്ധിച്ചാ മതി. ചുണ്ടൊന്ന് ശ്രദ്ധിച്ചു നിന്നാ മതി. എന്നാ തന്നെ കിട്ടും. എന്താ എനിക്ക് ചുണ്ടിന്? എന്താ ചുണ്ടിന് കുന്താ? അല്ല, ഒന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മെമ്പർ ആ സ്ഥാനത്ത് നിന്നപ്പോ നിങ്ങളെല്ലാം കൂടി നമ്മളെ തോപ്പിച്ച്. ഇത് മാത്രം പിടിച്ചാ വേണ്ട, അത് വിട്ടു. ഈ സ്ഥാനം കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ. പറയുമ്പോ കറക്റ്റാ കൊട്ടുകൈ. അല്ല, ഒന്നുമില്ല. ഇനിയിപ്പോ ഞാൻ പാൽ സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഞാൻ മത്സരിക്കുന്നു. നിൽക്കുന്നുണ്ട്. എവിടെ? സമാധാനം. എവിടെയാണ്? എവിടെ നിക്കണേ? ഞാൻ പഞ്ചാബിലോ? പഞ്ചാബിലല്ല. നമ്മളെ പഞ്ചായത്തിൽ തന്നെ. പഞ്ചാബ് എന്ന് പറഞ്ഞ് മാറിപ്പോയതാ. പഞ്ചായത്തോ? ക്ഷീര കർഷക സഹകരണ സംഘം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പുറം എന്താ എനിക്ക് ദേഷ്യം പറഞ്ഞ? ഞാൻ പശു ഉണ്ടല്ലോ, പശുവിന്റെ. ഈ പശുവാ? ക്ഷീരോത്പാദന സഹകരണ സംഘം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതിന്റെ വോട്ടും കുഴക്കമത് ചെയ്തിട്ട് പോണം. എന്റെ പൊന്നാര മോനെ, എപ്പോഴൊക്കെ എന്റെ കാര്യം എന്താന്ന് മനസ്സിലായടാ കുട്ടിയെ. മനസ്സിലായില്ല കുഞ്ഞെ. എന്റെ ചെവിയിലെ സാധനം പോയിട്ട് ഒന്നും കേട്ടായിരുന്നില്ല. എന്റെ സങ്കടക്ക് മനസ്സിലായി. സാരില്ല. എന്റെ പെങ്ങളുകുട്ടി ഇപ്പൊ ഒരു പാൽക്കാരന്റെ കൂടെ പഞ്ചാബിലേക്ക് ഒളിച്ചോടിയില്ല. ഞാനും പോയി. എന്റെ കുടുംബം മൊത്തം ഒളിച്ചോടി പോയി. ഞാൻ പോയി ഇപ്പോൾ ചെടിയിൽ ഞാൻ മാത്രമാക്കി. നിങ്ങളല്ല, എന്റെ കുടുംബം പോയി. ഞാൻ ഒളിച്ചോടി പോയി. ഞാൻ ചോദിക്കാം. ഉണ്ണേട്ടാ, നമ്മുടെ സത്യശീലല്ലേ? സത്യശീലിന്റെ മല കാണാനില്ല. എന്താ ആന്റണിയെ? നമ്മുടെ സത്യശീലല്ലേ?
സത്യശീലന്റെ മകനെ കാണാനില്ലാന്ന്. സത്യവാൻ സത്യശീലന്റെ മോനെ കാണാനില്ല. ഓൻ എൻട്രൻസിൽ തോറ്റു എന്ന് പറഞ്ഞാൽ എന്തോ വിഷമത്തിൽ ഇറങ്ങി പോയി ഇത്രേ. നീ തോൽക്കേ ആ തോൽക്കേ തോറ്റു. ആര്? സത്യശീലന്റെ മോൻ. സത്യശീലന്റെ മോനോ? ആ. അവനെ എൻട്രൻസിൽ തോറ്റു. അതാ വിഷമത്തിൽ അവിടെ പോയി. സത്യശീലന്റെ മോനോ? ആ പടച്ചറപ്പെ മരിച്ച എന്തായി? സത്യശീലന്റെ മകൻ പരീക്ഷയിൽ തോറ്റ വിഷമത്തിൽ എങ്ങോട്ട് പോയി. പടച്ചറപ്പെ എന്താ ഈ പറയുന്നത്? ആമിന പോയില്ലോ. അല്ലാ എന്ത് നല്ല. ആമിന കൊടകിലെടുക്ക്. രതീഷെ അങ്ങനെ ഒഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. ആ ഏത് വിധേനയും കണ്ടെത്തണം. ഏത് വിധേനയും നമുക്ക് കണ്ടെത്തണം. നീ കാര്യം ചെയ്യുക, പുരുഷ സ്വയ സഹായ സംഘം ഉണ്ടല്ലോ, അതിലൊക്കെ അറിയിക്ക്. പിന്നെ നമ്മുടെ കുടുംബശ്രീ അതിലുമൊക്കെ ഒന്ന് അറിയിക്ക്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാ റെയിൽവേ ട്രാക്ക്, പൊട്ടക്കുളം, ആളൊഴിഞ്ഞ ബിൽഡിങ്, പൊന്തക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ തിരയണം കേട്ടോ. അത് എല്ലായിടത്തും നോക്കണമെന്നേ പിള്ളേരല്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ കുടുംബശ്രീയിൽ അത് അയച്ചു കൊടുക്കും. ഞാൻ ചെക്കൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് തന്നെ അതിൽ അയച്ചാൽ മതി. ഞാൻ തിരക്കാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. മാമനാണ് നിൽക്കുന്നത്. ഈ റെയിൽവേ ട്രാക്കിലും പൊട്ടക്കാട്ടിലൊക്കെ പോയി തരണ കാര്യം എന്താ? കുട്ടികൾ അവിടെ ഉണ്ടാവാമല്ലോ ചിലപ്പോൾ. റെയിൽവേ ട്രാക്കിലെ കുട്ടികൾ വെറുതെ പോയി കുത്തിരിക്കല്. ഈ ഇല്ലാത്തത് കൂട്ടി പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. എന്താ അങ്ങനെ സംസാരിക്കുന്നത്? ഒരു കുടുംബക്കാരെ പേടിപ്പിക്കണം എന്തിനാടോ? സത്യേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഏട്ടനാണ്. സത്യേട്ടൻ്റെ മോൻ തന്നെ എൻ്റെ മോനാണ്. ഞാൻ ചെല്ല് പോയി പറഞ്ഞു. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നുള്ളത് എന്നെ പഠിപ്പിക്കേണ്ട മൊയ്തു. അവിടെ പോയി പറയും. എനിക്കറിയാം. കേട്ടാ, ഒന്നുമില്ല, നമ്മുടെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടാ. ഈ മന്മഥൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. എല്ലായിടത്തും തെരച്ചിൽ നടത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല. കണ്ടോ ചേച്ചി, വിഷമിക്കണ്ട. കുട്ടി നമ്മൾ ഇന്ന് വൈകിട്ടിനുള്ളിൽ കണ്ടെത്തും. എന്തായത് നമ്മളെ കുട്ടി അങ്ങനെ ചെയ്യുമോ? ഹേയ് സത്യേട്ടാ, ഈ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കിയിട്ട് മോനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടേ ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. നമുക്ക് ഒരു വീഡിയോ എടുത്തിട്ട്, അതായത് സത്യേട്ടനും മണ്ടു വെച്ചും കൂടെ നിന്നിട്ട് കരഞ്ഞിട്ട്, മോനെ ഏതു നീ എവിടെ ഉണ്ടെങ്കിലും തിരിച്ചു വേണം, എൻ്റെ അച്ഛനും അമ്മയുടെ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്തു തന്നാൽ ഞാനതങ്ങ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അത് കണ്ടാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുവാൻ. മന്മത ഒന്നുകൂടെ വന്നാ വിടുവാ. ഓ എന്തോടെ ഷോർട്ട് ഫിലിം പിടിക്കാൻ വന്നായി. അതെ, അളിയൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണം. മിണ്ടാതെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് പേര് നിൽക്കല്ലേ, കുറച്ച് കസേര എടുക്കണ്ട, അവർക്ക് ഇച്ചിരി നാരങ്ങ വെള്ളം ബിസ്ക്കറ്റും കൊടുക്കണ്ടെന്ന് ചോദിച്ചോളൂ. എന്റെ കല്യാണം വിടാ, നാരങ്ങ വെള്ളം കൊടുക്കാൻ ആവശ്യമില്ലാത്ത പോവാൻ പറ. പാൽ സൊസൈറ്റിന്റെ
തെരഞ്ഞെടുപ്പാണ് 4-ാം തീയതി. ഫസ്റ്റ് വോട്ടിനൊക്കെ തരണം. മറക്കണ്ട 4-ാം തീയതി സൊസൈറ്റിന്റെ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ച് സാരില്ല. നിങ്ങൾ നമ്മളെ പാൾ സൊസൈറ്റിയിൽ ഇല്ല അല്ലേ? വോട്ടില്ല. വോട്ടാണ് 4-ാം തീയതി പാൾ സൊസൈറ്റി ഇലക്ഷൻ. ഇവിടെ വെച്ചിട്ടാ വോട്ട് ചോദിക്കുന്നത്. മറക്കല്ലേ. ഓ ചോട്ടോ, അളിയനും പെങ്ങളും ഈ സിറ്റുവേഷൻ ഒന്ന് മാറുമ്പോ ആരാദ്യം ഒന്ന് വോട്ട് ചെയ്യാൻ പറയണം. ഇവിടെ നിന്നാണ് വോട്ട് ചോദിക്കുന്നത്. അല്ല പിന്നെ ഏടുന്ന് ഞാൻ ചോദിക്കട്ടെ. ഓരോ കത്തം പോണമല്ല വാഴോട്ടണം. അല്ല ഒരു സ്ഥലകാല ബോധം വേണ്ട. എന്തുണ്ടേ പോവാ പോവാ അസ്സലാമലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹ്. എന്താ ഉണ്ടായേ? അതെ, ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. എന്താ ഈ കഥകളി കളിക്കണത്? പറയേ. ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ട്. വിവരമൊന്നും കിട്ടിയില്ല അതുവരെ. കുട്ടീനെ കിട്ടിയില്ല. വിവരമൊന്നും കിട്ടിയില്ല അതുവരെ. പോയേക്ക് ചാടുക. എന്താണ്? നല്ലൊരു മോനായിരുന്നല്ലോ പോയതോ. അതെ, സത്യേട്ടന്റെ മോനെ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ സത്യേട്ടന്റെ മോനെ കാണാനില്ല. പോയില്ല. മോനെ കോയ്ക്ക കാഞ്ഞു പോയതല്ല. നിങ്ങൾ മെല്ലെ പറയും. അതെ, സത്യേട്ടന്റെ മോനെ പരീക്ഷയിൽ തോറ്റ വിഷമത്തിലേ പരീക്ഷയിൽ തോറ്റ വിഷമത്തിലെ തീവണ്ടി കയറി പോയി. തീവണ്ടിക്കൊക്കെ തല വച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ശരീരം കാണാൻ നിക്കുകള് ഈ വണ്ടിക്ക് തലൊന്നും വെച്ചില്ല. ഓനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെ, സത്യേട്ടന്റെ മോൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. ഓനെ തെരയാണ് ഇപ്പൊ ആൾക്കാര്. തെരയാണ്. അപ്പൊ പോയാല വീണ്. അതെ, സത്യേട്ടന്റെ മോൻ ഒളിച്ച് പോയി. എന്താ കൊമ്മല കഴിച്ചു കാര്യം പറഞ്ഞു പോയതോ? അതെ, സത്യേട്ടന്റെ മോനെ കാണാനില്ല. തെരച്ചിൽ നടക്കുക. കബറെപ്പോഴാണ്? എപ്പോഴാ കൊണ്ടുവന്നേ? എന്താ ഒന്നും കണ്ടില്ലല്ലോ. സൈക്കോ സൈക്കോ മേടിച്ചേക്കാണ്ട് ആർക്കും സൈക്കോ സഹിക്കാൻ പറ്റോ? എളിയ ഇത്ര നേരായില്ലേ? നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ വരും പറഞ്ഞു. ആ പോയിക്കോ. ഹലോ, അതെ, വൈറ്റിലല്ലോ. അത് ശരി, എവിടെ? വൈറ്റിൽ എവിടെയാണ് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞേ? ഹബിന്റെ അടുത്ത്. ഓക്കെ, ഇത് സംസാരിക്കുന്നവരാണ്? ബാബു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ പയ്യന്റെ പേര് യദു തന്നെയല്ലേ? ആ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ഉടനെ എത്താം. ആ പയ്യൻ അവിടെ പിടിച്ചു വെക്കും. അതെന്തേലൊക്കെ പറഞ്ഞ് പിടിച്ചു വെക്കും, ഞങ്ങൾ ഉടനെ എത്താം. ഓക്കെ 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 ഓക്കെ, ശരി ശരി ശരി. നമ്മളെ മിസ്സിംഗ് കേസില്ലേ യദു, ആ പയ്യന് വൈറ്റിലെ ഹബിന്റെ അടുത്ത് കുറെ നാട്ടുകാരൊക്കെ പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യം ചെയ്യും, വണ്ടി എടുക്കും. വണ്ടി കയറുവാ. ഒരു സെക്കൻഡ്. ഹലോ, അതെ, വീട്ടിലെത്തിയോ? ഇതാരാ സംസാരിക്കുന്നത്? സതീശില്. ആ, പയ്യന്റെ അച്ഛനാണല്ലേ? വീട്ടിലെത്തിയിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി.
എടോ ആ പയ്യന്റെ അച്ഛനല്ലേ സത്യശീലൻ, അയാളാണ് ഇപ്പൊ വിളിച്ചേക്കുന്നത്. ആ പയ്യൻ വീട്ടിലെത്തിയെന്ന്. അളിയാ, ഇതിപ്പോ എൻട്രൻസ് കിട്ടാത്തതിന്റെ കാരണം കുറച്ച് ആൾക്കാരോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തിനാന്നുള്ളത് നാട്ടുകാരോട് മൊത്തം പറയണം, കുടുംബക്കാരോട് പറയണം, എല്ലാവരോടും പറയണം. ഇതിപ്പോ പോയി എന്നറിഞ്ഞപ്പോ തൊട്ട് ഇവിടെ ആൾക്കൂട്ടാ. വന്നു എന്നറിയുമ്പോണ്ട് വീണ്ടും വരുന്ന ആൾക്കാര്. സമാധാനം പറഞ്ഞു മടുത്തുന്നേ. അതെന്താ പറയാ, കുടുംബത്തിലെല്ലാവരും നന്നായി പഠിച്ചിരുന്നല്ലേ, ഇവൻ പെട്ടെന്ന് ഇങ്ങനെ മോശമായപ്പോ നിങ്ങളെന്തേലും പറയുന്ന കരുതിട്ടാ പോവാൻ. അളിയാ, ഇത് പാകം നാണക്കെടായി. ആൾക്കാരെ മുഖത്ത് നോക്കാൻ പറ്റണില്ല. ഞങ്ങൾ തൽക്കാലം എവിടേക്കെങ്കിലും ഒന്ന് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. മാത്രല്ല ഈ ആൾക്കാർ ഈ വന്നും പോയിരിക്കുമ്പോ വീണ്ടും അവന്റെ മനസ്സിന് വിഷമാവല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാളിയാ, എൻ്റെ അളിയും പ്യാരിജാതം ചെന്നൈയിലാണല്ലോ, ഞാൻ അവനെ വിളിച്ചൊന്ന് പറയാം. നിങ്ങൾ രണ്ടാളും ഇവനെയും കൂട്ടി കുറച്ച് ദിവസം ചെന്നൈയിൽ പോയിക്ക്. എന്താ? ഫോട്ടോ എടുക്കുന്ന ഒന്നും കൂടെ ഉഷാറാക്കായിരുന്നു. ആ വലിച്ച് കെട്ടിടാ നീ. ഇത് പഴയ സിനിമയുടെ സോമന്റെ ഒരു കട്ടുണ്ടല്ലേ. അച്ഛൻ ഈ പ്രാവശ്യങ്ങൾ ജയിക്കും നിങ്ങള്? അത്ര നിനക്കും സംശയമുണ്ടാ? എടാ നിനക്ക് സംശയം കണ്ടടാ, ഇപ്രാവശ്യം അച്ഛൻ ജയിക്കൂടാ. നല്ല ഉണ്ണിയേട്ടാ, നിങ്ങളിപ്പോ സൊസൈറ്റി വരെ എത്തിയ. ഇതിലും തോറ്റ ഇനി എന്താ പരിപാടി? അതാ ഞാൻ തോക്കു നീ പറഞ്ഞു. അല്ല, ഇതുവരെയുള്ള ഒരു അവസ്ഥ വെച്ച കാശ് പോവാറാണല്ലോ പതിവ്. അല്ലടാ, എന്തായി നിന്റെ റിസൾട്ട്? പ്ലസ് ടു തോറ്റ്. ആഹാ, ഈ കാലത്ത് ആരെങ്കിലും പ്ലസ് ടു തോക്കൂടാ? ഞാൻ തോറ്റു, ആരെങ്കിലൊക്കെ തോക്കണ്ടേ? അച്ഛന്റെ മോൻ തന്നെ. അച്ഛൻ ഇങ്ങനെ തോറ്റ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നവനാ. മോൻ തോറ്റയിൽ വിഷമമുണ്ടാ? അച്ഛന് വിഷമണ്ട. എനക്ക് വിഷമൊന്നുമില്ല. എന്നാ പിന്നെ എനക്കൂല. അല്ല പിന്നെ